ചേച്ചി ഒരുപാട് കഥകൾ കേട്ടിട്ടാണ് സിനിമ അഭിനയിക്കുന്നത്. ചില കഥകൾ റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ കഥകളും ചേച്ചിയും ഒക്കെ ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് തുടങ്ങിയിട്ട് കുറെ കാലമായി. ഇപ്പോഴാണെങ്കിലും കഥകൾ വായിക്കുന്നു, പറയുന്നു, അങ്ങനെയൊക്കെ ഉണ്ട്. നമുക്ക് ഇന്ന് വരാൻ പോകുന്ന ഒരാളും കഥ പറയാൻ വേണ്ടി വരുന്ന ആ കഥ കേട്ട് കഴിഞ്ഞാൽ ചേച്ചിക്ക് ഉറപ്പായിട്ടും അത് ഇഷ്ടാവും. അങ്ങനെ ചിലപ്പോ ഒരു ഇഷ്ടം, അല്ലെങ്കിൽ ഒരു സങ്കടം, അല്ലെങ്കിൽ ഒരു സന്തോഷം, അല്ലെങ്കിൽ ഒരു അത്ഭുതം, എന്ത് വേണമെങ്കിലും വരാം. ഒരു കുട്ടി ആണ് വരാൻ പോകുന്നത്. അപ്പൊ ഒരു കുട്ടി കഥയുമായിട്ടാണ് ആ കുട്ടി വരാൻ പോകുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. എന്താണ് നമ്മുടെ കൊച്ചുമിടുക്കിക്ക് നമ്മളോട് പറയാനുള്ളത്, എന്ത് കഥയാണ് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത് എന്ന് നമുക്ക് അറിയാം. അതിനു മുമ്പ് ഞാൻ ചേച്ചിക്ക് ഒരു ഇൻഫർമേഷൻ തരികയാണ്. ആ മോൾക്ക് കണ്ണ് കാണാൻ വയ്യ, ബ്ലൈൻഡ്. അപ്പോൾ നമ്മുടെ റെഡ് കാർപ്പറ്റിന്റെ വേദിയിലേക്ക് വളരെയധികം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഹയ ഫാത്തിമ. ഫാത്തിമ, ഇവിടെ ഞാനുണ്ട്, സ്വാസിക ചേച്ചിയുണ്ട്, പിന്നെ നളിനി ആന്റി ഉണ്ട്. രണ്ടുപേര്. നളിനി ആന്റി ഒരു ഹായ് പറഞ്ഞോളൂ. ഓക്കെ. അപ്പോ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണോ? സുഖാണ്. ഫൈഹ എന്ന് വിളിക്കുന്നതാണോ ഇഷ്ടം, ഫാത്തിമ എന്ന് വിളിക്കുന്നതാണോ ഇഷ്ടം? അയ്യോ, കുഞ്ഞി. ശരി, അപ്പൊ നമ്മള് കുഞ്ഞിനെ വിളിക്കുക. അതാണ് ചേരുള്ളൂ അല്ലെ. ഫാത്തിമ എന്നൊക്കെ വലിയതാവും, കുഞ്ഞിയാണ് ചേരുക. അപ്പൊ കുഞ്ഞി എവിടുന്നാ വരണേ? വയനാട്ടിൽ നിന്നാ? ഈ വയനാട്ടില് പുലി ഇറങ്ങും എന്നൊക്കെ കേട്ടിട്ടുണ്ട്, സത്യാണോ? ഉണ്ടോ? ആനയുണ്ടോ? ഇപ്പൊ കോഴിക്കോട് നിന്നാണ് വരുന്നത്. പക്ഷെ ശരിക്കും വീട് വയനാട്ടിലാണ് അല്ലെ. കോഴിക്കോടാണോ ഇഷ്ടം, വയനാടാണോ ഇഷ്ടം? കോഴിക്കോട്. എന്താ ബിരിയാണി ഉള്ളതുകൊണ്ടാ? ഫാത്തിമയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം ഏതാ? കുഞ്ഞിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം ഏതാ? ബിരിയാണി. ചിക്കൻ, മട്ടൻ എല്ലാം ഇഷ്ടമാണ്. ബീഫ് അത് പതുക്കെ പറയാ. ബീഫ് ബിരിയാണിയാണ് ഇഷ്ടം. അടിപൊളി. ശരി, ഈ കഥകളൊക്കെ എങ്ങനെയാണ് കുഞ്ഞി പഠിക്കണത്? ആരെങ്കിലും പറഞ്ഞു തരുവാണോ, അതേ ഫോണിൽ കേൾക്കാണോ? എന്താണ് കഥ പഠിക്കണത്? എങ്ങനെയാ? ഫോണില് എല്ലാ കഥയും കേട്ടിട്ട് പിന്നെ കാണാതെ പറയൂ അത്? ഈ എന്താ പറയാ, മൃഗങ്ങളുടെ കഥ, അല്ലെങ്കിൽ രാജാവ് രാജ്ഞി, അങ്ങനത്തെ കഥകളൊക്കെയാണോ? രണ്ട് മൺകുടം. ഓ, അങ്ങനെ ഒരു കഥ അല്ലെ. അതല്ല ഇന്നിവിടെ പറയാൻ പോകുന്നത്. അതായത് രണ്ട് മൺകുടം എന്ന് പറയുന്ന ഒരു കഥ മോള് പറഞ്ഞിട്ടാണ് ഫസ്റ്റ് പ്രൈസ് കിട്ടിയത് സ്റ്റേറ്റ് ലെവലില്. അതൊരു വലിയൊരു കാര്യമാണ്. അപ്പൊ ആ കഥയാണ് നമുക്ക് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. അതാരാ പഠിപ്പിച്ചത്? അത് ഫോണിൽ കേട്ടാണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ. അപ്പൊ ഈ കഥകളൊക്കെ ഇങ്ങനെ ഫോണിൽ കേൾക്കുമ്പോ അതിങ്ങനെ കാണാതെ പറയാനായിട്ട് കൊറേ പ്രാവശ്യം കേൾക്കണോ, അതെയോ പെട്ടെന്ന് പഠിക്കാൻ പറ്റുമോ? കൊറേ പ്രാവശ്യം കേൾക്കണം. ഒരു പ്രാവശ്യം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ മറക്കൂല? ഇല്ല. വെരി ഗുഡ്. ഇനി സ്കൂളിൽ പഠിക്കുന്നില്ലേ? ഏത് ക്ലാസ്സിലാ? 1ാം ക്ലാസ്സില്. അവിടെ ഫ്രണ്ട്സ് ഒക്കെ ആരൊക്കെ ഉണ്ട്? ആരുമില്ലേ? കുഞ്ഞി ഒറ്റയ്ക്കാണോ ക്ലാസ്സില്? അങ്ങനെ ഞങ്ങളെല്ലാം ഫ്രണ്ട്സായി. ടീച്ചറൊക്കെ ഫ്രണ്ട്സ് ആണല്ലേ. കുഞ്ഞി ഒരു പാട്ട് പാടി തരുമോ? അപ്പോ മാണിക്യമലരായി പാടാം. ശരി, എന്നാ ആ പാട്ട് കേക്കാം. മാണിക്യമലരായ പൂവി മഹദിയാം ഖദീജ ബീബി മക്കയെന്നാൽ പുണ്യനാട്ടിൽ വിലസിടുന്നാരി. നല്ല സൗണ്ട് ആണ് കേട്ടോ കുഞ്ഞിക്ക്. അപ്പൊ ഇനി പാട്ടൊക്കെ പഠിക്കണം. പാട്ടൊക്കെ പഠിച്ചിട്ട് നമുക്ക് കൊറേ പാട്ട് പാടണം. ഓക്കെ, യെസ്, വെരി ഗുഡ്. ശരി, അപ്പൊ നമുക്കിനി കൂടെ വന്നിരിക്കുന്നത് കുഞ്ഞിയുടെ അച്ഛനും പിന്നെ മാഷും അല്ലേ. യെസ്, അവരെ ഒന്ന് പരിചയപ്പെടാം. നമസ്കാരം, രണ്ടുപേർക്കും റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. പേര് പറയൂ. ഷൗഫീഖാണ് പേര്. അച്ഛനാണ്. ശരി, എന്ത് ചെയ്യണു? കൂലിപ്പണിയാണ്. വയനാടാണോ? വയനാടാണ് താമസം, പക്ഷെ ഇപ്പൊ കോഴിക്കോടാണ്. ആള് സ്കൂളില്
കോഴിക്കോടാണ്. കോഴിക്കോടാണ്, അങ്ങനെ അവിടെയാണ് വന്നിരിക്കുന്നത്. അപ്പൊ പഠിപ്പിക്കാൻ വേണ്ടി സൗകര്യത്തിനാണ് കോഴിക്കോട് കോഴിക്കോട് നിൽക്കുന്നത്. ശരി. അപ്പൊ എന്താണ് ബൈ ബർത്ത് തന്നെ ഇങ്ങനെയാണ്? അപ്പൊ നിങ്ങൾ എന്തെങ്കിലും ചികിത്സകളൊക്കെ നോക്കുന്നുണ്ടോ? കോയമ്പത്തൂർ അരവിന്ദിലാണ് കാണിക്കുന്നത്. അപ്പൊ എന്താ ഇപ്പൊ ഡോക്ടർ പറയുന്നത്, എങ്ങനെയാണ് സ്റ്റേജ്? സക്സസ് ആയ ഒരു ഇതൊന്നും പറഞ്ഞിട്ടില്ല. 5 വയസ്സ് വരെ നമ്മളോട് നോക്കാന്നാണ് പറഞ്ഞത്. അതിന് ശേഷം ബാക്കിയുള്ള ചെയ്യാന്നാണ്. അപ്പൊ സർജറി ഒക്കെ ചെയ്താൽ ഗുണം കിട്ടും? അതെ, അങ്ങനെ കറക്റ്റ് ആയിട്ട് പറഞ്ഞു തന്നിട്ടില്ല. ഇപ്പൊ 5 വയസ്സായില്ലേ? 5 വയസ്സ് കഴിഞ്ഞു. അപ്പൊ ഇനിയാണ് എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ അല്ലേ? ഇപ്പൊ കോയമ്പത്തൂര് സ്ഥിരമായിട്ട് മന്ത്ലി ഇങ്ങനെ പോയിട്ട് ചെക്ക് 4 മാസം കൂടുമ്പോ പോകണം. 4 മാസം. അല്ല, ഇത് ജനറ്റിക് ആയിട്ട് വന്നതാ അല്ലെങ്കിൽ മെഡിസിൻസിൽ എന്തെങ്കിലും? ജനറ്റിക് ആയിട്ടുള്ളതാണ്. അതെയോ? ജനിക്കുമ്പോ തന്നെയുള്ള. അപ്പൊ നിങ്ങളുടെ ഫാമിലിയിൽ വേറെ ആർക്കെ അങ്ങനെ ഒന്നും? ഓക്കെ. അപ്പൊ പ്രത്യേകിച്ച് ഒരു റീസൺ ഡോക്ടേഴ്സ് പറയുന്നില്ല അല്ലേ? ഇല്ല, റുബെല്ല എന്ന് പറഞ്ഞ ഒരു സംഭവമാണ് എന്നാ പറഞ്ഞത്. അങ്ങനെ റുബെല്ല എന്ന് പറഞ്ഞ. ആൻഡ് കുഞ്ഞിക്ക് ഈ പറഞ്ഞ പോലെ ഒരു കഥ പറയാനുള്ള ഒരു കഴിവ്, അതൊക്കെ ആദ്യം കണ്ടുപിടിച്ചത് ചേട്ടനാണോ അതോ വൈഫാണ്? വൈഫിന്റെ അടുത്ത് നിന്നാണ് ഇതൊക്കെ പഠിച്ചത്. അത് ശരി. ആൻഡ് കൂടുതൽ സംസാരിക്കും തോന്നുന്നു, എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ചോദിച്ച് മനസ്സിലാക്കി അങ്ങനെ ഭയങ്കര സംസാരിക്കുന്ന ഒരാളാണ്. ഇങ്ങനെ ഒതുങ്ങിയിരിക്കുന്ന ആളല്ല. അടിപൊളി. എല്ലാ കാര്യങ്ങളും സംശയമൊക്കെ ചോദിക്കും. അതാണ് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കും. വെരി ഗുഡ്. ഇനി നമുക്ക് മാഷിനെ പരിചയപ്പെടാം. നമസ്കാരം. നമസ്കാരം. പേര് അബ്ദുള്ള എന്നാണ്. അബ്ദുള്ള. കണ്ണൂരാണ് സ്വദേശം. ഞാനും ഫൈഹ ഫാത്തിമ പഠിക്കുന്ന സ്കൂളിൽ തന്നെ പഠിച്ചിട്ട് അവിടെ തന്നെ ടീച്ചറായിട്ടുള്ള ഒരാളാണ്. അവിടെ തന്നെ പഠിച്ചു. അപ്പം അങ്ങനെ എന്തെങ്കിലും കാഴ്ച വൈകലുണ്ട്. 80% ഞാനും ബ്ലൈൻഡ് ആണ്. ഓ, അത് ശരി. പക്ഷെ അങ്ങനെ കാണുമ്പോ അത് ഫൈഹയും ഇങ്ങനെ തന്നെ അവിടെ ഓറിയന്റേഷൻ ആൻഡ് മൊബിലിറ്റി ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. കൃത്യമായിട്ട് സ്വതന്ത്രമായി സഞ്ചരിക്കാൻ എങ്ങനെ പരിശീലിപ്പിക്കാം. 6 മാസം ട്രെയിനിങ് ആണത്. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കൊടുക്കും. അപ്പൊ സ്റ്റിക്ക് ഒന്നും ഇല്ലാതെ സ്റ്റിക്ക് വെച്ച് നടത്തും, പിന്നെ സ്റ്റിക്ക് ഒഴിവാക്കിയിട്ടും നടത്തും. എങ്ങനെയാണ് നമ്മുടെ കുഞ്ഞി ഒരു സ്റ്റുഡന്റ് എന്ന രീതിയിൽ എന്താണ് സാറിന് പറയാനുള്ളത്? കുഞ്ഞി വളരെ നല്ല മിടുക്കിയായിട്ടുള്ള കുട്ടിയാണ്. കുഞ്ഞിനെ നമുക്ക് ICDS വർക്കേഴ്സ് മുഖാന്തരമാണ് നമ്മൾ പരിചയപ്പെടുന്നത്. വയനാട് നമ്മൾ ഫീൽഡ് വർക്കിന്റെ സമയത്ത് പരിചയപ്പെട്ട് അങ്ങനെ സ്കൂളിലേക്ക് കൊണ്ടുവരികയും വളരെ ചെറുപ്പത്തിൽ തന്നെ 3 വയസ്സായപ്പോൾ തന്നെ നമ്മൾ കണക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ ഹോം റെമഡീസ് എന്തൊക്കെ ചെയ്യാൻ പറ്റും, സ്വന്തം കാര്യങ്ങളൊക്കെ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും ഒക്കെ പഠിപ്പിച്ചതിന് ശേഷമാണ് സ്കൂളിലേക്ക് കൊണ്ടുവരുന്നത്. നമുക്കവിടെ റെസിഡൻഷ്യലാണ് സ്കൂള്, പക്ഷെ അവർ റെന്റലായിട്ട് തൊട്ടടുത്ത് താമസിക്കുകയാണ് കാലിക്കറ്റിൽ. മനസ്സിലായി. അപ്പോൾ ഫൈഹ എന്ന് പറഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇവിടെ റെഡ് കാർപ്പറ്റിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ട്രെയിനിന് മുതലേ ഭയങ്കര എക്സൈറ്റഡ് ആണ്. സ്വാസിക ചേച്ചിന്റെ സൗണ്ട് ഫോണിൽ കേൾക്കുമ്പോൾ നല്ല കുഞ്ഞു സൗണ്ടാണ്. ഇപ്പൊ കുറച്ച് സൗണ്ട് കൂടിയ പോലെ ഉണ്ടല്ലോ എന്നൊക്കെ പറയുന്നത്. നേരിട്ട് എന്റെ സൗണ്ട് കേട്ടപ്പോ ഇഷ്ടപ്പെട്ടില്ല അല്ലേ? വളർത്തി കളഞ്ഞു. ഫോണിൽ എല്ലാ ദിവസവും ഫോണിൽ കേട്ടാ മതി എന്റെ സൗണ്ട് കേട്ടോ. നേരിട്ട് കേട്ടത് അങ്ങ് മറന്നേക്ക്. അപ്പൊ നമ്മുടെ ഈ പ്രോഗ്രാം ഇടയ്ക്കിടയ്ക്ക് ഫോണിൽ കേൾക്കണം. കേക്കില്ലേ? ഓക്കെ. അടിപൊളി. അപ്പൊ കേട്ടിട്ട് ഫോണിൽ മാത്രമേ എന്റെ സൗണ്ട് കേൾക്കാൻ ഇഷ്ടമുള്ളൂ, അതുകൊണ്ട് അങ്ങനെ തന്നെ കേൾക്കട്ടെ എല്ലാ ദിവസവും. പിന്നെ എങ്ങനെയൊക്കെയാണ്, അതായത് ഇനി എന്തൊക്കെ ട്രെയിനിങ് ആണ് കുഞ്ഞിക്ക് കൊടുക്കാൻ പോകുന്നത്? കുഞ്ഞിക്ക് പൊതുവെ കാഴ്ച പരിമിതർക്ക് ട്രെയിനിങ് കൊടുക്കുന്ന ഒന്നാമത് ലോകത്തെ കണ്ടറിയാനുള്ളൊരു 81% വാതിലും അടഞ്ഞു. ശരിക്കും കാഴ്ച പരിമിതി വന്നാൽ തന്നെ 81.5% വിഷ്വൽ പെർസെപ്ഷനാണ്. നമ്മളെല്ലാം കാര്യങ്ങൾ കണ്ടറിയണം. ഇപ്പോൾ ഇവിടുത്തെ സജ്ജീകരണം തന്നെ കുട്ടിയെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കാൻ തന്നെ ഒരുപാട് സമയം പിടിക്കും. അപ്പോൾ വിഷ്വലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയത്. അപ്പോൾ അതിന് ഓഡിറ്ററി ആയിട്ടുള്ള നമ്മളെല്ലാവരും 7% മാത്രമേ കേൾവി ഉപയോഗിക്കുന്നുള്ളൂ. അതിനെന്ത് ചെയ്യും, ഈ 81% സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. അതായത് സെൻസറി സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയും. പിന്നെ ടച്ചിങ്ങും തൊട്ട് നോക്കിയിട്ട് ഫീൽ ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ നമ്മൾക്ക് വളരെ മൈന്യൂട്ട് പെർസെൻറ്റേജ് ആണ് തൊട്ട് നോക്കി ഫീൽ ചെയ്യാറുള്ളൂ. അതും എന്ത് ചെയ്യും, പിന്നെ മോൾഡ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ടച്ച് ചെയ്ത് പഠിപ്പിക്കും. ടച്ചിങ്ങും ഓഡിറ്ററി പെർസെപ്ഷനും കൂട്ടി കൊണ്ടുവന്നിട്ട് ഈ കാഴ്ചൻ്റെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് എന്ത് ചെയ്യും, സോൾവ് ചെയ്യും. അപ്പോൾ അതാണ് ഏറ്റവും കൂടുതൽ. അപ്പോൾ ബ്രെയിൽ ലിപി എന്ന് പറഞ്ഞൊരു ലിപി ഉപയോഗിച്ചിട്ടാണ് വായിക്കുകയും എഴുതുകയും ചെയ്യുക. അപ്പോൾ അത് പഠിക്കുന്നുണ്ട്. കുട്ടി പഠിച്ചു കഴിഞ്ഞതാ, ഇപ്പോൾ പഠിച്ചു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, നേരത്തെ പറഞ്ഞ പോലെ സ്വതന്ത്രമായിട്ട് നിർഭയത്തോട് സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് ഓറിയന്റേഷൻ ആൻഡ് മൊബിലിറ്റി എന്നിട്ട് ട്രെയിനിങ് കൊടുക്കും. അത് കേരളത്തിൽ 1 മുതൽ 7 വരെയാണ് സ്പെഷ്യൽ ട്രെയിനിങ് ഉള്ളൂ. അതിനുശേഷം ഇൻക്ലൂസീവ് സെറ്റപ്പിൽ സാധാരണ കുട്ടികളോടൊപ്പമാണ് പിന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും മത്സരിക്കുകയും പരിപാടിക്ക് പോവുകയും പഠിക്കുകയും ഒക്കെ ചെയ്യാം. 7ാം ക്ലാസ് കഴിയുമ്പോഴേക്ക് സ്വതന്ത്രമായിട്ട് ബ്രെയിൽ ഉപയോഗിച്ച് എഴുതാനും
വായിക്കാനും ഇതുപോലുള്ള എല്ലാ പെർഫോമൻസിലൊക്കെ പങ്കെടുക്കാൻ അത്യാവശ്യം റെഡി ആയി കൊടുക്കും സ്കൂൾ. അപ്പോൾ എന്തായാലും ഈ എല്ലാ കാര്യങ്ങളും ഇപ്പൊ പറഞ്ഞ മാഷ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും സാധിച്ച് വളരെ മിടുക്കിയായിട്ട് ഈ ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റട്ടെ. അതിന്റെ കൂടെ നമുക്ക് പറയാൻ പറ്റില്ല, ചിലപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞ പോലെ 5 വയസ്സ് കഴിയുമ്പോൾ എന്തെങ്കിലും സർജറി വഴി കുറെ കൂടി ഒരു മിറാക്കിൾ എന്ന പോലെ കാഴ്ച കിട്ടട്ടെ.